ഇന്നത്തെ എപ്പിസോഡുമായി നമ്മൾ എത്തുന്നത് കസ്തൂർബ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ മഞ്ഞുമല്ലാണ്. ഈ ഓണം കേരളീയരായി നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു വലിയൊരു ഐതിഹ്യം തന്നെയുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അത് നമുക്ക് കാണുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം കൊച്ചു ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് ഓണത്തിൻ്റെ ഐതിഹ്യ രൂപം ഇവിടെ അവതരിപ്പിക്കുന്നു. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെങ്ങാർക്കുമൊട്ടില്ലതാനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തി ആയിരുന്നത്രേ മഹാബലി. മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. ആര് എന്തു ചോദിച്ചു വന്നാലും തിരിച്ചയക്കാത്ത മഹാബലിയുടെ മുന്നിൽ മഹാവിഷ്ണു വാമനാവതാരം എടുത്തു. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തിയ ശേഷം ദാനധർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാബലി തമ്പുരാന്റെ അടുത്ത് വാമനൻ എത്തിച്ചേർന്നു. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ ഒരു ബ്രാഹ്മണകുമാരൻ വന്നിരിക്കുന്നു. ബ്രാഹ്മണനോ? കടന്നു വരാൻ പറയൂ. വന്നാലും ബ്രാഹ്മണകുമാര, വന്നിരുന്നാലും. ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണകുമാരനാണ്. അങ്ങനെയോ? അങ്ങയുടെ ദാനശീലവും സത്കീർത്തിയും ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്നു. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? എനിക്ക് ഭിക്ഷയ്ക്കായി 3 അടി മണ്ണ് വേണം. അതിനെന്താ, നാം തരാമല്ലോ. വാമനനെ കണ്ടപ്പോൾ തന്നെ അസുരഗുരുവായ ശുക്രാചാര്യർക്ക് അപകടമണത്തു. ചതി മനസ്സിലാക്കിയ ഗുരുവിന്റെ വിലക്ക് വകവെക്കാതെ കൊടുത്ത വാക്ക് മഹാബലി പാലിച്ചു. പ്രഭു നിൽക്ക്, ഇത് ചതിയാണ്. വാമനൻ ആകാശം മുട്ടി വളർന്ന് തന്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യത്തെ 2 അടിക്കു തന്നെ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. 3-ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. പ്രഭു, അങ്ങ് ആരാണ്? അങ്ങയുടെ വിശ്വരൂപം ഒന്ന് കാണിച്ചു തന്നാലും. എന്താണ് അങ്ങയുടെ അന്ത്യാഗ്രഹം? തൻ്റെ പ്രജകളെ ആണ്ടിലൊരിക്കൽ കാണാനുള്ള അനുവാദവും അനുഗ്രഹവും തരണം. ആ പഴയ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളേക്ക് വേണ്ടി കേരളക്കരയാകെ ഓണാഘോഷ തയ്യാറെടുപ്പ് തുടങ്ങി. പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, തിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേദേദോ, ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേദേദോ, ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേദേദോ, ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ ദഗദേദേദോ. തിരുവാതിരക്കളി നടത്തുന്നു. വീരവിരാട കുമാര വിഭോ ചരുതരതുലനാരഹ മലരാവണ്യ മരുമനോഹരി താരുണ്യ, ജയ ജയ ഭൂമി കാരുണ്യ,
വള്ളിടുക ചാരത്യ പാരിത്തവ നേരത്തവ താരുത്തവ സാരസ്യ ചാരമറിയ നല്ല മാനസ്യ ലീലകൾ ചെയ്തതിനോ. മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ പച്ചപ്പും സാഹോദര്യത്തിൻ്റെ നറുമണവും നിറയ്ക്കുന്ന തിരുവോണനാൾ വന്നെത്തി. അത്തം ഒന്നിന് തുടങ്ങുന്ന ഒരുക്കങ്ങളും കാത്തിരിപ്പും സഫലമാകുന്ന സുദിനം. അപ്പോൾ ഈ ഓണക്കാലത്ത് കൂടുതൽ മാധുര്യം നൽകുവാനായി ആർപ്പൂർറോയിൽ അടുത്തതായിട്ടൊരു തിരുവാതിര കളിയാണ്. അമല, ഈ തിരുവാതിരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അധ്യാപികമാരാണ് ഇവിടെ തിരുവാതിര കളിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെ തിരുവാതിര കളിയും അവതരിപ്പിക്കുന്നത് ടീച്ചേഴ്സാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഈ കയ്യടിയിലൂടെ തന്നെ മനസ്സിലാക്കണം. കാരണം നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സിന് എല്ലാവർക്കും തന്നെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അധ്യാപികമാരുടെ തിരുവാതിര കളി കാണാം. അടുത്തതായിട്ട് ആർപ്പോയിറോയിൽ ഒരു നാടൻ പാട്ടാണ്. നാടൻ പാട്ട് പാടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്ന ആരാണ്? വത്സല ആൻറ്റിയാണ്. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ നമുക്ക് വത്സല ആൻറ്റീനെ വേദിയിലേക്ക് ക്ഷണിക്കാം. തിന്തകത്തിന്തകത്തെയ്യം താരാ തകത്തിന്തകത്തിന്തകത്തെയ്യം താരാ തിന്തകത്തിന്തകത്തെയ്യം താരാ തകത്തിന്തകത്തിന്തകത്തെയ്യം താരാ കൊച്ചിക്കാരെത്തി കൊച്ചു പെണ്ണെ നിനക്കെത്ര മാരന്മാരുള്ളതടി കൊച്ചിക്കാരെത്തി കൊച്ചു പെണ്ണെ നിനക്കെത്ര മാരന്മാരുള്ളതടി കെട്ടിയതൊന്നിനെ കൂടാതെ നീക്കോ 9 മാരന്മാരുള്ളതടി കെട്ടിയതൊന്നിനെ കൂടാതെ നീക്കോ 9 മാരന്മാരുള്ളതടി തിന്തകത്തിന്തകത്തെയ്യം താരാ തകത്തിന്തകത്തിന്തകത്തെയ്യം താരാ തിന്തകത്തിന്തകത്തെയ്യം താരാ തകത്തിന്തകത്തിന്തകത്തെയ്യം താരാ
ഒന്നു തളന്തനും ഒന്നു മുടന്തൻ ഒന്നൊരു കൊച്ചരിപ്പല്ലനാണേ. ഒന്നു തളന്തനും ഒന്നു മുടന്തൻ ഒന്നൊരു കൊച്ചരിപ്പല്ലനാണേ. ഒന്നിന്നു മീശയുണ്ട് ഒന്നിന്നു മീശയില്ല ഒന്നിന്നു മീശ കിളുത്തതില്ല. ഒന്നിന്നു മീശയുണ്ട് ഒന്നിന്നു മീശയില്ല ഒന്നിന്നു മീശ കിളുത്തതില്ല. തിന്തക തിന്തക തെയ്യം താരാ തക തിന്തക തിന്തക തെയ്യം താരാ. അപ്പോൾ നമ്മൾ വത്സല ചേച്ചിയുടെ ഒരു നാടൻ പാട്ട് കേട്ടു. അടുത്തതായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരാണ് നമുക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് അവതരിപ്പിക്കുന്നത്. താളം തുള്ളും കുഞ്ഞിപ്പൂവേ നിന്നെ കഴുകാനായിരം കാറ്റിൻ കുഞ്ഞി കൈകൾ. ഓണവില്ലിനു ഞാലാടും മണ്ണാത്തിക്കിളിയേ നിന്നെ തുണരാനായി കൊതിയൂറും മാരിക്കാരും. ഓണപ്പാട്ടിൻ താളം തുള്ളും കുഞ്ഞിപ്പൂവേ നിന്നെ കഴുകാനായിരം കാറ്റിൻ കുഞ്ഞി കൈകൾ. ഓണവില്ലിനു ഞാലാടും മണ്ണാത്തിക്കിളിയേ നിന്നെ പുണരാനായി കൊതിയൂറും മാരിക്കാരും. പുണരാനായി കൊതിയൂറും മാരിക്കാരും. ആ ഇന്നലെ വന്നു മാവേലി നാട്ടിൽ ഇന്നലെ വന്നു മാവേലി. ഇന്നലെ വന്നു മാവേലി നാട്ടിൽ ഇന്നലെ വന്നു മാവേലി. സ്വർഗം വന്നു പിറക്കും മുമ്പേ കൺമണിപ്പൂക്കൾ ചിരിക്കും മുമ്പേ. സ്വർഗം വന്നു പിറക്കും മുമ്പേ കൺമണിപ്പൂക്കൾ ചിരിക്കും മുമ്പേ. ഇന്നലെ നാട്ടിൽ തിത്തേ തുമ്പതേ ഇന്നലെ നാട്ടിൽ തിത്തേ തുമ്പതേ ഇന്നലെ നാട്ടിൽ ഇന്നലെ വന്നു മാവേലി. ആ ഇന്നലെ വന്നു മാവേലി നാട്ടിൽ ഇന്നലെ വന്നു മാവേലി. ഇന്നലെ വന്നു മാവേലി നാട്ടിൽ ഇന്നലെ വന്നു മാവേലി. ഓണപ്പാട്ടും നാടൻ പാട്ടും തിരുവാതിരകളെയൊക്കെ കണ്ടു നിൽക്കുന്ന ഇവിടെ എന്നെക്കാളും നല്ല അടിപൊളിയായിട്ട് സെറ്റും മുണ്ടൊക്കെ കൊടുത്ത ചേച്ചി വന്നത് കണ്ട് ചേച്ചി എന്നൊക്കെ കാണിക്കണ്ട. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു. അപ്പോൾ കൃഷ്ണേന്ദു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? ഒരു ലൈറ്റ് മ്യൂസിക്കാണ്. കഥകളിയുടെ പദമാടി കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി ശരകാലമേഘങ്ങൾ കളഹംസപ്പിടയായി ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി ആഞ്ഞിലിക്കൊമ്പത്തെ ശാരിക പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. ആഞ്ഞിലിക്കൊമ്പത്തെ ശാരിക പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. ഇടയൻ്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധുമൊഴി രാധയും മുകുന്ദനുമായി. ഇടയൻ്റെ പാട്ടിൻ്റെ ഈരടിയിൽ നമ്മൾ മധുമൊഴി രാധയും മുകുന്ദനുമായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി ശരകാലമേഘങ്ങൾ കളഹംസപ്പിടയായി ശശിമുഖി നിനക്കെൻ്റെ സന്ദേശം വരവായി. കാര്യമായ ചർച്ചയിലാണ് ഇവിടെ രണ്ടുപേര് നിൽക്കുന്നത്.
ഇതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല. നമ്മുടെ കസ്തൂർബ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന തലവനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ സ്വന്തം പ്രിൻസിപ്പൽ സാറാണ്. എല്ലാവരും ചേർന്ന് കൈയടിച്ചേ. സാറിൻ്റെ കൂടെ ഇവിടെ അടുത്ത് നിൽക്കുന്നത് ഇവിടുത്തെ ടീച്ചറും ഒപ്പം വാനമ്പാടിയുമാണെന്നൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് വർഷം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സാറ് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഒരു വർഷം. ടെൻഷൻ ഉണ്ടോ? ഇല്ല, നമ്മുടെ പിള്ളേരും ടീച്ചേഴ്സും അല്ലേ. നമ്മുടെ പിള്ളേരും ടീച്ചേഴ്സും ആണ്. അതുകൊണ്ട് സാറിന് ഒരു ടെൻഷനും ഇല്ല. തീർച്ചയായിട്ടും സാറും ടീച്ചറും റെഡിയാണ് പാട്ട് പാടാൻ. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രിൻസിപ്പൽ സാറിൻ്റെയും വാനമ്പാടി ടീച്ചറിൻ്റെയും ഒരു അടിപൊളി പാട്ട് കേൾക്കാം. ചുണ്ടിൽ മലരോണപ്പാട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കലാപരിപാടികളും ടീച്ചേഴ്സിൻ്റെ കലാപരിപാടികളും ഒക്കെ കണ്ടു. അടുത്തതായിട്ട് ആർപ്പോ യുറയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം സെക്ഷൻസ് ആണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. മത്സരം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ മത്സരം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കുട്ടികൾ നോക്കി 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 തലയിലടിക്കരുത്. അപ്പൊ നമ്മുടെ വാശിയേറിയ ഉറിയടി മത്സരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത റൗണ്ട് കളിക്കാനായി 4 ചുണക്കുട്ടന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കുട്ടികൾ ആരായിരിക്കും ഈ ഉറി പൊട്ടിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. വെള്ളമൊഴിച്ച് മുഖത്തേക്ക് വെള്ളമൊഴിക്കണം. കുട്ടികളുടെ ഉയരത്തിൽ നിന്ന് താഴെയാണ്. ഉറി കുറച്ച് താത്തിയാലാണ് കുട്ടികൾ. ഉറിയിൽ കൊണ്ടു, പക്ഷെ ഉറി പൊട്ടിയിട്ടില്ല. ഉറി പൊട്ടിക്കുന്നത് ആരോ അയാളായിരിക്കും ഈ മത്സരത്തിൽ. ആളാകെ കുളിച്ചു പോയി, വെള്ളത്തിൽ കളർ വെള്ളത്തിൽ അങ്ങ് കുളിച്ചു പോയി. നമ്മുടെ ആർപ്പോ യുറോയുടെ ഗെയിം സെക്ഷൻസ് ഇവിടെ വളരെ മനോഹരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്കുള്ളത് ചാക്കിലോട്ടമാണ്. ഗെയിം ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അവിടെ വരെ ചാടി ചാടി പോണം. ചാടി പോകേണ്ടത് ഈ ചാക്കിലാണ്. 2 3 സ്റ്റാർട്ട്. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് ചാക്കിലോട്ട മത്സരം ഇവിടെ തുടങ്ങുകയാണ്. മത്സരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉറിയടി മത്സരത്തിലെ വിജയി തന്നെയാണ് ചാക്കിലോട്ട മത്സരത്തിലെയും വിജയി. അപ്പോൾ നമ്മുടെ ആവേശകരമായ ഗെയിം സെക്ഷൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നമുക്കുള്ളത് വടംവലി മത്സരമാണ്.
നമ്മുടെ സ്കൂളിന്റെ 2 ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മത്സരം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും റെഡിയല്ലേ? ടീമുകളെല്ലാം അവിടെ പ്ലേസിൽ നിൽക്കേണ്ടതാണ്. നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ടേക്ക് ദ റോപ്പ്. നമ്മുടെ ഗെയിം ഇതാ തുടങ്ങിയിരിക്കുകയാണ്. ഗെയിം വളരെ ഈസി ആയിട്ട് തന്നെ ജയിച്ചു. അപ്പൊ നമ്മുടെ 2ാമത്തെ റൗണ്ട് ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചത് എമറാൾഡ് ടീമാണ്. മത്സരം ഇവിടെ മുറുകുകയാണ്. 2 ടീമുകളും അതിശക്തമായിട്ടാണ് മത്സരിക്കുന്നത്. ടീമുകളുടെ ക്യാപ്റ്റന്മാർ നേതൃത്വം നന്നായി കൊടുക്കുകയാണ്. നമ്മുടെ റെഡ് റിബൺ വളരെ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. 2 സൈഡിലോട്ടും നീങ്ങുന്നില്ല. നമ്മുടെ റിബൺ വളരെ ടൈറ്റ് ആയിട്ട് മണ്ണെല്ലാം താഴ്ത്തി കളഞ്ഞിട്ടാണ് അവർ മത്സരിക്കുന്നത്. വളരെ ശക്തമായി നമ്മുടെ റിബൺ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരത്തിലെ വിജയി നമ്മുടെ റിബൺ ഈ വരയ്ക്ക് മുന്നിലേക്ക് പോയാൽ മത്സരം ജയിക്കുന്നതാണ് എമറാൾഡ് ടീം. മത്സരം മുറുകയാണ്. റിബൺ തിരിച്ചങ്ങോട്ട് നീങ്ങുകയാണ്. ടീമിന്റെ ക്യാപ്റ്റന്മാരെല്ലാം കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ എമറാൾഡ് ടീമാണ് ഈ വടംവലി മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ വാശിയേറിയ വടംവലി മത്സരവും ഉറിയടിയും എല്ലാം കണ്ടു. ഇനി നമ്മുടെ ടീച്ചേഴ്സാണ് ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മത്സരം വളരെ എളുപ്പമായിട്ടുള്ള മത്സരമാണ്. അമ്പെയ്ത്ത് മത്സരമാണ്. മത്സരം ഇത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം നിങ്ങൾക്ക് അമ്പെയ്ത്ത് ചെയ്യാം. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വാങ്ങുന്നത് ആരാണോ അയാളായിരിക്കും ഈ മത്സരത്തിലെ വിജയി. അപ്പോൾ ടീച്ചറാണ് ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുന്നത് മത്സരിക്കാൻ. ടീച്ചറെ റെഡിയാണോ? റെഡിയാണ്. ടീച്ചറുടെ പേരെന്താ? ടിയ. ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? 5ലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. എങ്ങനെയാ, ജയിക്കുവോ? ചെയ്ത് നോക്കാമെന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം എത്രത്തോളം നന്നായി നമ്മുടെ ടിയ ടീച്ചർ ഇതിൽ മത്സരിക്കുമെന്ന്. അപ്പൊ കുട്ടികളെല്ലാം റെഡിയല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഉന്നം ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ലെങ്കിലും വളരെ നന്നായി തന്നെ ടീച്ചർ മത്സരിച്ചിരിക്കുകയാണ്. ഇനി ഒരു ചാൻസ് കൂടെ ടീച്ചറിനുണ്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. കൈ വിട്ടാൽ നമ്മുടെ 2 ലക്ഷ്യസ്ഥാനങ്ങളും ടീച്ചറിന്റെ മിസ്സായിരിക്കുകയാണ്. നമ്മുടെ സുന്ദരി മിസ്സാണ് കടന്നു വന്നിരിക്കുന്നത് ധൈര്യപൂർവ്വം. മിസ് റെഡിയല്ലേ? നമ്മുടെ മിസ് റെഡിയാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ലക്ഷ്യസ്ഥാനം കണ്ടില്ലെങ്കിലും നന്നായി തന്നെ മത്സരിച്ചിരിക്കുകയാണ് നമ്മുടെ സുന്ദരി ടീച്ചർ. ഇനി ഒരു ചാൻസ് കൂടി ഉണ്ട് സുന്ദരി ടീച്ചറിന്. ആരുടെയും ലക്ഷ്യം ഇതുവരെ ബോർഡിലെത്തിയിട്ടില്ല. അതും ബോർഡിലെത്തിയിട്ടില്ല, ലക്ഷ്യം ബോർഡിലെത്തിയിട്ടില്ല. 2 പേരും ലക്ഷ്യസ്ഥാനത്ത് കാണാത്തതുകൊണ്ട് അടുത്തതായി മത്സരിക്കാൻ വരുന്നത് ആരാണ്? റെഡി? 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ 2ാമത്തെ ട്രൈ ഇവിടെ നടക്കാൻ പോവുകയാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മത്സരിച്ച 3 പേരും അമ്പ് നമ്മുടെ ബോർഡിൽ എത്തിച്ചിട്ടില്ല. അടുത്തതായി തയ്യാറായി നിൽക്കുകയാണ് ഒരു മിസ്. അപ്പൊ നമ്മുടെ അഞ്ജു മിസ് ഇതാ മത്സരിക്കാൻ പോകും. ആദ്യമായി നമ്മുടെ അഞ്ജു മിസ് ഇതാ അമ്പ് ബോർഡിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ മിസ്സിന് ഒരു ചാൻസ് കൂടെ നമ്മൾ നൽകുകയാണ്. എത്ര മനോഹരമായി മിസ് മത്സരിക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. മിസ്സിന്റെ അവസാനത്തെ ചാൻസ് ആണിത്. ആദ്യത്തെ ചാൻസിൽ മിസ് വളരെ മനോഹരമായി കളിച്ചിരിക്കുകയാണ്. 2ാമത്തെ ചാൻസിൽ മിസ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. റെഡി? അപ്പൊ നമ്മുടെ വാശിയേറിയ അമ്പെയ്ത്ത് മത്സരത്തിലെ വിജയ് അഞ്ജു മിസ് ആണ്. മത്സരം വളരെ രസകരമായിരുന്നു അല്ലേ? മത്സരം വളരെ രസകരമായിരുന്നു. കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്. മിസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കളിച്ചു നോക്കുന്നത്. എങ്കിലും വളരെ നന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മാം എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിജയിയായ അമ്പെയ്ത്ത് മത്സരത്തിൽ വിജയിയായ അഞ്ജു മിസ്സിന് കൊച്ചു ടിവിയുടെ വക ഒരു സ്നേഹ സമ്മാനമാണ് നമ്മളിവിടെ നൽകാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മിസ്സിനെ. ആർപ്പോ ഹീറോയുടെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തുകൊണ്ടും വളരെ നല്ലൊരു വേദിയായിരുന്നു കസ്തൂർബ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് തന്നെ കൊച്ചു ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഇവർക്ക് നമ്മൾ കൈമാറുവാൻ പോവുകയാണ്.